ലോക വയോജന ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വയോജന സദസ്സ് സംഘടിപ്പിച്ചു. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ലോക വയോജന ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വയോജന സദസ്സ് സംഘടിപ്പിച്ചു. വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെക്കുറിച്ച് പൊതു അവബോധം ഉയർത്തുകയും സാമൂഹ്യ സംഘടനകൾ, കുടുംബങ്ങൾ, പങ്കാളികൾ എന്നിവരെ ഈ ലക്ഷ്യത്തിലേക്ക് അണിനിരത്തുകയും ചെയ്യുക എന്നതാണ് ലോക വയോജന ദിനത്തിൽ വയോജന സദസ്സ് സംഘടിപ്പിക്കുവാൻ കാരണമെന്ന് സംഘാടകർ പറഞ്ഞു. 2019 ആഗോളതലത്തിൽ 65 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള 70.3 കോടി ആളുകളുണ്ടായിരുന്നു. അടുത്ത 30 വർഷത്തിനുള്ളിൽ പ്രായമായവരുടെ ആഗോള ജനസംഖ്യ 4 ഇരട്ടിയായി വർദ്ധിക്കുമെന്നും 60 വയസ്സിന് മുകളിലുള്ള 7.2 കോടി ആളുകൾ ഇന്ത്യയിലുണ്ടെന്നും 80 വയസ്സും അതിൽ കൂടുതലുള്ള വൃദ്ധരുടെ എണ്ണം 2021 54 ലക്ഷത്തിൽ നിന്നും 2051 ആകുന്നതോടെ 3.2 കോടിയായി വർദ്ധിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. ഇത് പ്രായമായവരുടെ അധിക്ഷേപത്തിന് പ്രേരിപ്പിക്കുമെന്നും ആഗോളതലത്തിൽ ഈ അവഗണന വർദ്ധിച്ചു വരുന്നതായി കാണുന്നുവെന്നും ഈ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ പരിചരണത്തെക്കുറിച്ചും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും കൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വയോജന സദസ്സിൽ പന്നിൻ രവീന്ദ്രൻ, മാങ്കോട് രാധാകൃഷ്ണൻ, BS ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് J വേണുഗോപാലൻ നായർ, KP ഗോപകുമാർ, ജയചന്ദ്രൻ കല്ലിങ്കൽ, ഗീത നസീർ, കുസുമം പുന്നപ്ര, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, NRC നായർ, പ്രൊഫസർ M ചന്ദ്രബാബു, A നിസാറുദ്ദീൻ, L ഗോപികൃഷ്ണൻ, G ഹരി, വിജി വട്ടപ്പാറ, K പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വയോജന കമ്മീഷൻ രൂപവൽക്കരിക്കും എന്ന് അതിന്റെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പലതവണയായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും തുടർച്ചയായി അതിന് പരിഹാരം കാണുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഉന്നത സമിതി എന്നുള്ള നിലയിൽ സീനിയർ സിറ്റിസൺ കൗൺസിൽ ഉൾപ്പെടെ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ അത് സമയബന്ധിതമായി രൂപവൽക്കരിക്കാൻ കഴിയുന്നില്ല. വയോജനങ്ങൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത് ഗവൺമെന്റ് ആദ്യമായി ചെയ്യാൻ കഴിയുന്നത് പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റ് ശ്രദ്ധയിൽ ഈ വിഷയങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ, വയോജനങ്ങളുടെ ചികിത്സ പൂർണ്ണമായും